ക്ലൈമാറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റം ഒരു യാഥാർത്ഥ്യമാണ്. നിയതമായ കാലാവസ്ഥയിൽ നിന്ന് പുതിയ കാലാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യത്തിൽ യുവ ഗവേഷകനായിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും ഇപ്പോൾ കുഫോസിൽ സമുദ്ര ഗവേഷണ യൂണിവേഴ്സിറ്റിയിൽ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണം നടത്തുകയും നിരവധി പഠനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ചു ആണ് നമ്മളോടൊപ്പമുള്ളത്. അച്ചുവിന് നമസ്കാരം. അച്ചുവിനൊരു ഒരു ചെറിയ ചോദ്യം. കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ ഒരു യാഥാർത്ഥ്യമായി മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ചെറുക്കാൻ കഴിയുമോ? നമ്മൾ മാത്രം വിചാരിച്ചാൽ തീരുന്ന വിഷയമാണോ ഇത്? ശരിക്കും കാലാവസ്ഥ വ്യതിയാനം നമ്മൾ ശരിക്കും വിചാരിച്ചിരുന്നത് ഇനിയും ഒരു 50 വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ ഹിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഒരു 2016 ശേഷം വളരെ പെട്ടെന്ന് കാലാവസ്ഥ വ്യതിയാനം അതിന്റെ പീക്കിലെത്തുകയും നമുക്ക് ഒത്തിരി പ്രളയം, ലാൻഡ് സ്ലൈഡ് പോലുള്ള പല ദുരന്തങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ ശരിക്കും കാലാവസ്ഥ വ്യതിയാനം മിഥ്യയല്ല, ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ കാലാവസ്ഥ വ്യതിയാനം ഇപ്പൊ നമ്മുടെ മാത്രം ഒരു കോൺട്രിബ്യൂഷൻ അല്ല, ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ ആണ്. പക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യം ഇതിന്റെ ഒരു എഫക്ട് അനുഭവിക്കുന്ന ജനത എന്ന് പറയുന്ന കേരളത്തിലുള്ള ജനങ്ങൾ. അങ്ങനെയാണെങ്കിൽ കേരളത്തെ കുറിച്ച് UK പോലുള്ള മറ്റ് ഇന്റർനാഷണൽ ഏജൻസി, പിന്നെ വെതർ ഏജൻസികൾ, പിന്നെ ഇന്റർനാഷണൽ, പിന്നെ എന്താണ് WMO, ഇങ്ങനെ ഒരുപാട് ഏജൻസികൾ പഠനം നടത്തണം. കാരണം പ്രളയം വന്നതോടുകൂടി കേരളത്തിലേക്ക് ആഗോള ശ്രദ്ധ പഠനത്തിലും വന്നിട്ടുണ്ട്. അവരുടെ ഇപ്പൊ ഒരു ഒബ്സർവേഷൻ എന്താണ്? അല്ലെങ്കിൽ നമ്മുടെ പേപ്പറുകളിലൂടെ പുറത്തു വരും, ടെക്നിക്കൽ പേപ്പറുകളിലൂടെ പുറത്തു വരുമല്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് സൂചിപ്പിച്ചു UK എന്തോ ഒരു കാര്യം പറഞ്ഞതായിട്ട് എന്നോട്. അതായത് ശരിക്കും പറഞ്ഞാൽ പല സ്റ്റഡി, ഇപ്പൊ നാസ പോലെയുള്ളത് അല്ലെങ്കിൽ UK എന്നുള്ള ഏജൻസീസ് ഉള്ളത്, അപ്പൊ ഇങ്ങനെ പല സ്റ്റഡീസും പറയുന്നതെന്ന് വെച്ചാൽ കേരളമായിരിക്കും ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അതെന്താണ് അതിന്റെ ഒരു സയന്റിഫിക് ബേസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ബേസ്? നമ്മുടെ ആളുകളോട് അത് പറയണമല്ലോ. അതെ, ഇത് ഒരു ദുരന്തത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇപ്പൊ നമ്മുടെ കോസ്റ്റൽ റീജിയൻ എടുക്കുകയാണെങ്കിൽ കോസ്റ്റൽ ഇറോഷനും കോസ്റ്റൽ വൾണറബിലിറ്റി നമുക്ക് വളരെ കൂടുതലാണ്. ഇപ്പോൾ കോസ്റ്റൽ റീജിയൻ മുതൽ ഒരു മിഡ്ലാൻഡ് വരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലഡ് ഉള്ള ചാൻസ് വരാം. അത് വന്നതാണ്. അതിനുശേഷം മുകളിൽ ഹൈ റേഞ്ചിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉരുൾപൊട്ടലുകൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൊത്തത്തിൽ പല രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇപ്പൊ കേരളത്തിൽ നമുക്ക് ഒരിക്കലും കേട്ടുകേൾവി ഇല്ലാത്തതാണ് നമുക്ക് ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് വളരെ റീസെന്റ് ആയിട്ട് ഹീറ്റ് വേവ് കേരളത്തിൽ ഡിക്ലെയർ ചെയ്തത്. അപ്പൊ നമുക്ക് എന്തുമാത്രം മഴ കിട്ടുന്നു അതുപോലെ നമുക്ക് ചൂടും കിട്ടുന്നുണ്ട്. അപ്പോൾ 2 എക്സ്ട്രീമിലേക്ക് കേരളം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാ ഏജൻസികളും പൊതുവിൽ കൺക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ കേരളം ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു ഹോട്ട്സ്പോട്ടായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആഫ്രിക്കയിൽ മാത്രം കണ്ടുവന്നിരുന്നുണ്ട് മങ്കി പോക്സ്, കുരങ്ങിന്റെ പനി എന്ന് പറയുന്ന ഒരു സാധനം. ഇന്ത്യയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലാണ്. അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ഇപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിൽ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ ഉണ്ട്. അതിനൊരു അനുകൂല സാഹചര്യം കൂടി അന്തരീക്ഷത്തിൽ വരുമ്പോഴാണ് അത് മറ്റൊരാളിലേക്ക് പകരുന്നത്. പകരുമ്പോൾ ഇപ്പോൾ എനിക്കൊരു അസുഖം കൊണ്ട് അച്ചുവിന് പകരണമെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് വന്ന ആളാണെങ്കിൽ അച്ചുവിന്റെ ബോഡി വീക്ക് ആവണം. അപ്പോഴായിരിക്കും അത് റെസിസ്റ്റൻസ് കുറയണം. പ്ലസ് അന്തരീക്ഷത്തിനും ഒരു ഒരുക്കം വേണം. കാരണം വായുവിലൂടെ വെള്ളത്തിലൂടെയൊക്കെയാണ് ഇത് വരുന്നത്. അങ്ങനെ വരുമ്പോൾ 10-20ഓളം പനികൾ കേരളത്തിൽ ഇങ്ങനെ സീരിയസ് ആയി വരുന്നുണ്ട്. തമിഴ്നാട്ടിലോട്ട് വരുന്നില്ല, അല്ലെങ്കിൽ കർണാടക വരുന്നില്ല. ഇതുമായിട്ടും കൂടെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു ഹെൽത്ത് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുന്നേ തന്നെ കേരളത്തിൽ പനികൾ മാത്രം അതിന് മുന്നേ തന്നെ ഡോക്യുമെന്റഡ് ആയിട്ടുണ്ട്. ഇപ്പോ മഞ്ഞുരുകുന്ന സ്ഥലങ്ങളിൽ അതിനുള്ളിലുള്ള ബാക്ടീരിയാസും ഫംഗസും പുറത്തു വരികയാണെങ്കിൽ അത് വലിയൊരു വിനാശകരമായി തീരുമെന്ന് മുന്നേ തന്നെ നേച്ചർ പഠനങ്ങളുണ്ട്. അപ്പൊ നമുക്കിപ്പോ പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേരളത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ വിശാലമായ ജലാശയങ്ങളുണ്ട്, നമുക്ക് കൊതുകൊക്കെ വളരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഇതിന് അനുകൂലമായി തീരുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് വരികയാണെങ്കിൽ ഇതിനെ എക്സർബേറ്റ് ചെയ്യുക, അതായത് നമ്മൾ ഈ ദുരന്തങ്ങളെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് കേരളത്തിലേക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് കേരളത്തിലേക്ക് കൊണ്ടുവരും. അത് ഹെൽത്തിനെയും ബാധിക്കാം, തീർച്ചയായിട്ടും ബാധിക്കാം. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പക്ഷെ നമുക്ക് ഈ മേഖലയിൽ കുറച്ചധികം വരേണ്ടതുണ്ട്. ഇനി കാലാവസ്ഥ വ്യതിയാനം തന്നെ നമുക്ക് മൈക്രോ ക്ലൈമറ്റ് ഉണ്ട്, മാക്രോ ക്ലൈമറ്റ് ഉണ്ട്. ഒരു മേഖലയാകെ വരുന്ന സീസണലായിട്ട് വരുന്ന മൈക്രോ ക്ലൈമാറ്റും ഉണ്ട്, ഒരു പ്രദേശത്ത് മാത്രം നിൽക്കുന്ന മൈക്രോ ക്ലൈമാറ്റും ഉണ്ട്. കേരളത്തിന്റെ മൈക്രോ ക്ലൈമാറ്റിൽ സീരിയസ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നില്ലേ? കേരളത്തിന്റെ മൈക്രോ ക്ലൈമാറ്റിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ലെവൽ വരയ്ക്കും ചേഞ്ചസ് വരുന്നുണ്ട്. അത് ചേഞ്ചസ് വരുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ പല രീതിയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ സമുദ്രത്തിൽ നിന്ന് വരുന്ന കാറ്റ്, പിന്നെ നമുക്ക് ഇവിടെ തനതായിട്ടുള്ള സസ്യജാലങ്ങൾ മാറ്റി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പല രീതിയിലുള്ള സസ്യജാലങ്ങളുണ്ട്, അവ കൊണ്ടുവരുന്ന ചേഞ്ചസ്. പിന്നെ നമുക്ക് നമ്മുടെ ഈ വളരെ കുഞ്ഞു ഏരിയസിൽ ഉണ്ടാവുന്ന സഡൻ ആയിട്ടുണ്ടാവുന്ന ലാൻഡ് യൂസ് ചേഞ്ചസ്. അപ്പോൾ അതിനോട് ഈ ലാൻഡ്സ്കേപ്പ് ആൾട്രേഷൻ, നമുക്കൊരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്. നമ്മൾ ഈ ലാൻഡ് യൂസ് ചേഞ്ചിന്റെ കൂടെ തന്നെ നമ്മൾ ആരും കൂടുതൽ സ്പെസിഫൈ ചെയ്യാത്തൊരു ടേമാണ്
ലാൻഡ്സ്കേപ്പ് ആൾട്രേഷൻ. നമുക്കൊരു ലാൻഡ്സ്കേപ്പിനെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആൾട്ടർ ചെയ്യുന്നുണ്ട്. അങ്ങനെ മല മാറ്റുന്നു, കുന്നടിക്കുന്നു, അങ്ങനെ പാറവെടുക്കുന്നു, അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ ഒരു അതിന്റെ ഷേപ്പേ നമ്മൾ മാറ്റുകയാണ് ഭൂമിയുടെ തന്നെ. അതെ, ഈ ലാൻഡ്സ്കേപ്പ് ആൾട്രേഷൻ അവിടുത്തെ ഒരു മൈക്രോ ക്ലൈമറ്റുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് ആൾട്രേഷൻ നമ്മുടെ ഒരു മൈക്രോ ലെവലിൽ കേരളത്തിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു വേറൊരു സ്കെയിലിലേക്കൊക്കെ ഡെവലപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. കാരണം ഒരു ഏരിയ വരുമ്പോൾ അടുത്ത ഏരിയയിലേക്കൊക്കെ പോകും. കാരണം ഇതിന്റെ ഒരു സൂര്യൻ, വെള്ളം, കടല്, കാറ്റ്, ഇങ്ങനെ നിരവധി കാർബൺ സൈക്കിള്, നൈട്രജൻ സൈക്കിൾ, ഇങ്ങനെ ഒരുപാട് കണ്ടീഷനിലും കൂടെ ചേർന്നിട്ടാണ് ഇത്. നമുക്കാണല്ലോ സബ്ജക്ട് വൈസ് ഒരു ഫ്രാഗ്മെന്റേഷൻ. പ്രകൃതിക്ക് അങ്ങനെ ഇല്ലല്ലോ. ഒന്നിലും ഉണ്ടാകുന്ന ഒരു ആക്ടിവിറ്റി മറ്റൊന്നിലേക്ക് ആക്സലറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ട്രിഗർ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ മനുഷ്യന്റെ ഇടപെടലുകൾ വളരെ ഗൗരവമായി ഇങ്ങനെ പോയാൽ നമ്മുടെ ഭാവി എന്താ? നമുക്ക് ജീവിക്കണമല്ലോ, മനുഷ്യർക്ക് ജീവിക്കണം. ഇപ്പൊ കുട്ടനാട് ജീവിക്കണം, അവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു, തീരദേശം ഇങ്ങനെ പറയുന്നു, മലനാട് ഇങ്ങനെ പറയുന്നു. നമുക്ക് വികസനവും വേണം. നമുക്ക് വികസനം എല്ലാം പോകാൻ പറ്റത്തില്ല. വികസനത്തെ നമുക്ക് നിർത്താം. ഇപ്പൊ വയനാട് ഇതെല്ലാം ചെയ്തപ്പോഴും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കളക്ടർ പ്രഖ്യാപിച്ചു ടൂറിസം ആരംഭിക്കാൻ. കാരണം അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. അപ്പം 20 ദിവസം അവിടെ ടൂറിസം അടച്ചിട്ടു. എങ്ങനെയാണ് നമുക്കൊരു സയന്റിഫിക്കായി ഇനി മുന്നോട്ട് പോകുക? നമ്മളിതെല്ലാം നടത്തുന്നതിന് ഇപ്പൊ താങ്കൾ ഗവേഷണം നടത്തുന്നു, ഒരുപാട് ആളുകൾ പഠിക്കുന്നു, ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ചന്ദ്രനിൽ പോകാൻ അറിയാം, അല്ലെങ്കിൽ ശൂന്യാകാശത്തെ കാര്യങ്ങൾ അറിയാം. കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പലപ്പോഴും നമുക്ക് ജനങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. മഴ മാറുന്നത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നവരെ നമുക്ക് ലക്ഷങ്ങളെ മാറ്റാൻ പറ്റുന്നില്ല, നമുക്ക് ആളുകളെ മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ഒക്കെ ഉള്ള ഒരു രീതിശാസ്ത്രത്തിലൊക്കെ മാറ്റം വന്നുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ നമുക്ക് ജനങ്ങളെ കൂടുതൽ ഭയാശങ്കയില്ലാതെ ജീവിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു ആത്മബലം കൊടുക്കാൻ ഒരു സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഒരു ഗവേഷകൻ എന്നുള്ള നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ശരിക്കും ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത്. പല സയന്റിഫിക് റിപ്പോർട്ടുകളും പല പ്രബന്ധങ്ങളും ഒക്കെ നമ്മൾ അലമാരിയിൽ ഒതുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വളരെ വിശകലനം ചെയ്ത് നടത്തുന്ന പഠനങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്താത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഡേറ്റ ഗ്യാപ്പ് ഉണ്ടോ? പല പഠനങ്ങൾ ഇപ്പൊ ഉരുൾപൊട്ടലുമായിട്ട് താങ്കൾ പഠിക്കുന്നുണ്ടല്ലോ. 1:50,000 സ്കെയിലുണ്ട്, 1:1 ലാഖിന്റെ സ്കെയിലുണ്ട്. അങ്ങനത്തെ കുറെ മാപ്പുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, റിപ്പോർട്ടുകൾ. അതിനപ്പുറമുള്ള ആളുകൾക്ക് പറ്റുന്ന, ആളുകൾക്ക് ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള പഠനങ്ങളുടെയും ഡേറ്റയുടെ മൈക്രോ ലെവൽ ഡേറ്റയുടെയും ഒരു ഡേറ്റാബേസിന്റെയും കുറവ് ഫീൽ ചെയ്തിട്ടുണ്ട്? താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടോ ചോദിച്ചത്? ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് പല സാധനങ്ങളും നമ്മൾ ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. അതിന് ഇപ്പോൾ ലാൻഡ് സൈഡ് നമ്മൾ ഒരു സ്ഥലത്തുണ്ടായി എന്ന് പറയുന്നത് ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ അഥവാ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അക്ഷാംശവും രേഖാംശവും അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എത്ര സമയത്തായിരുന്നു ഉണ്ടായത്, എന്ന ഡേറ്റിലാണ് ഉണ്ടായത്. അപ്പൊ നമുക്ക് കുറച്ച് പുറകിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ 2018 മുന്നേ ഉള്ള വളരെ വൈഡ് സ്പ്രെഡ് നമുക്ക് ലാൻഡ് സൈഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഒരുപാട് ഡോക്യുമെന്റ്സുകൾ ഉണ്ടാവണം, ഡേറ്റ ഉണ്ടാവണം, പ്രവചനങ്ങൾ നടത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്, അത് ഡിസിമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ അതിജീവനത്തിന്റെ പുതിയ മാർഗങ്ങൾ നമുക്ക് തേടാം. തീർച്ചയായും ഇത്രയും സമയം അനുവദിച്ചു തന്നതിന് അച്ചുവിന് പ്രത്യേകം നന്ദി.